ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 2 ആണ്. ആശ്രയങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നത്. നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി ലൈഫിൽ നിന്ന് അവർ മാറിപ്പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അവർ മാറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും അത് പറഞ്ഞു തരുന്നത് നമ്മളോട് കണക്ട് ചെയ്യാനും ഡിവൈനോട് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ കഴിവുകളെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡിവിനിറ്റിയെ ഉണർത്താനാണ്. അത് മാത്രമാണ് ശാശ്വതമായിട്ട് ലോകത്തുള്ളത്. ബാക്കി നമ്മൾ കെട്ടിപ്പടുക്കുന്ന വീടും കാറും സ്വത്തും മുതലും എന്നും നമുക്ക് മരണത്തിന് ശേഷം കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ കർമ്മ അക്കൗണ്ട് മാത്രമാണ്. ആരുമായിട്ടാണോ കർമ്മ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് റീബർത്ത് അല്ലെങ്കിൽ അടുത്ത ബർത്ത്, പുനർജന്മം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത പാപങ്ങളൊക്കെ ഈ ഒരു ജന്മം തന്നെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യാനുള്ള മാർഗത്തേക്ക് നോക്കുക. ഇല്ലെങ്കിലോ നെക്സ്റ്റ് ലൈഫ് ടൈംസ് ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ലൈഫായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ എനർജി കാർഡ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ്, ഹെർമിറ്റ് ആൻഡ് ഏസ് ഓഫ് വാൻസ് ആണ് നമുക്ക് കാർഡ് ഷഫിൾ ചെയ്തിട്ട് കിട്ടിയത്. എന്താണ് ഇന്നത്തെ എനർജി പറയുന്നത്? പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഇതിലെനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് സൈലൻറ്റ് ഒരു ജേർണിയിൽ പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട്. അത് നല്ലതാണ്. സൈലൻ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ പറയുന്നത് കേൾക്കാൻ സാധിക്കും. ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും, ഒരുപാട് മെസ്സേജസ് കിട്ടും, ചാനലിങ്സ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ സൈലൻറ്റ് ഫേസിലൂടെ പോവുക. നിങ്ങളെ നന്നായിട്ട് അറിയുക. സോൾ സെർച്ചിങ് ആണ്, അത് തുടർന്നുകൊണ്ടിരിക്കുക. നന്നായിട്ട് സോൾ സെർച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വെളിച്ചം മനസ്സിലാക്കുക. നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സന്തോഷവും സമാധാനവും ഒന്നും ആശ്രയിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുക്കുക. ഹാപ്പിനെസ്, എന്താ പറയുക, ജോയ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. ഹെർമിറ്റ് സൈലന്റ് ഫേസിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. മേ ബി സെലിബസി ലൈഫിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് ക്യൂൻ ഓഫ് സോർഡ്സ്, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയോ ഒരു ഫെമിനിൻ ആയിട്ടുള്ള എനർജി, ഒരു ആണിലാണ് മാസ്കുലിനിൽ വേണമെങ്കിലും ആവാട്ടെ, ഒരാണിലും എനർജി, ഒരു സ്ത്രീകളുടെ എനർജി കൂടി നിൽക്കുന്നവരാണെങ്കിൽ ഒരു ഭയങ്കര കമാൻഡിങ്, നിങ്ങളുടെ ലൈഫിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറ്റിമറിക്കുന്ന ആളുകളാണ്. അവരുടെ തീരുമാനത്തിൽ നിങ്ങളുടെ ലൈഫ് ഓടാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അത് തെറ്റായിട്ടുള്ള അവർ പറയുന്ന തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ ലൈഫ് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇടിവുകൾ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആക്ഷൻസ് എടുക്കുക. ബി ഇൻഡിപെൻഡൻറ്റ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക. ക്രിയേറ്റ് ബൗണ്ടറി, സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരാൻ സാധിക്കില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒരു പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് എഴുതി നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 1 ഇയർ ഗോളൊക്കെ എഴുതി നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. പ്രോപ്പർ ആക്ഷൻ എടുത്താലാണ്, പ്രോപ്പറായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. 9-1-1 ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, ഒരു സൈക്കിൾ കംപ്ലീറ്റ്ലി എൻഡ് ചെയ്തിട്ട് പുതിയ സൈക്കിളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് നല്ല സൈക്കിൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല തോട്ട്സ്, നല്ല രീതിയിലുള്ള എനർജി നിങ്ങൾ ഹീലിങ്സ് ഒക്കെ ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ഇതാണ് എനർജീസ് ഫോർ ടുഡേ. താങ്ക് യു.